ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ. മൂന്നാർ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. ഞങ്ങളിപ്പോൾ റിസോർട്ടിലാണുള്ളത്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു, ഒരു രക്ഷയില്ല. ചുറ്റിനും പൂക്കളും മരങ്ങളും ചെടികളും അത് തന്നെ കാണാനൊരു ഭംഗി തന്നെയായിരുന്നു. നോക്കിക്കേ എന്ത് രസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും തപ്പു മാത്രം എന്താ യൂണിഫോമിലെന്ന്. പൊന്ന് ഗൈസ്, പെട്ടെന്ന് എടുത്തൊരു യാത്രയായിരുന്നു ഇത്. അവളെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാമെന്ന് തന്നെ ഒരു പ്ലാൻ ഇടുന്നത് തന്നെ. പിന്നെ അവളെ പോയി സ്കൂളിൽ നിന്ന് എല്ലാം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ അവളെ സ്കൂളിൽ നിന്ന് നേരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് മൂന്നാറിലേക്കാണ്. പിന്നെ നമ്മൾ വൈകുന്നേരമാണ് നമ്മളവിടെ എത്തിയത്. അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ഒരു ഹോട്ടലിൽ കയറി നല്ല ചൂട് ദോശയും ഇഡ്ഡലിയും പൊറോട്ടയും എല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ അന്ന് അവിടെ രാത്രി സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ നമ്മൾ പോകാൻ പോകുന്നത് വട്ടവട. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് സ്ട്രോബെറി തോട്ടം. അപ്പം നമ്മൾ നേരെ രാവിലെ തന്നെ സ്ട്രോബെറി തോട്ടം വട്ടവട പിടിച്ചേക്കുവാണ് ഗൈസ്. അപ്പം നല്ലൊരു യാത്രയായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല ചുറ്റിനും തേയിലത്തോട്ടങ്ങളും മരങ്ങളും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുമ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി അത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നോക്കിക്കേ എന്ത് രസമാണ്. നമുക്ക് ഫോണിൽ കിട്ടുന്നതിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഗൈസ്. നമ്മളങ്ങനെ വട്ടവട കയറുവാണ് ഗൈസ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ച് കാട്ടുപോത്തുകൾ താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ആ സൈഡിൽ? ഇത് ഇപ്പുറത്ത് നിൽപ്പുണ്ട്. താഴത്തേക്കൊക്കെ 2-3 എണ്ണം നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. നോക്കി തിട്ടിന് വീടുകളും കൃഷിഭൂമികളും നല്ല ഭംഗിയല്ലേ കാണാൻ. കണ്ടില്ലേ എന്ത് രസമാണ്. തിരിച്ച് ഓരോ പുതിയ കൃഷികൾ. അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലെത്തി ഗൈസ്. നോക്കി എന്ത് ഭംഗിയാണ് സ്ട്രോബെറി കാണാൻ. നമ്മൾ കുറച്ച് സ്ട്രോബെറിയും മേടിച്ചു, സ്ട്രോബെറി ജാമും മേടിച്ചു. പിന്നെ നമ്മുടെ കുട്ടികളുടെ കുറച്ച് പിക്കൊക്കെ എടുത്തു. സീസൺ ആവുന്നതേ ഉള്ളായിരുന്നു, എങ്കിലും നമുക്ക് കഴിക്കാനും മേടിക്കാനും ഒക്കെ പിള്ളേർക്ക് കാണാനുമുള്ള സ്ട്രോബെറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൂര്യകാന്തി ചെടി നിൽക്കുന്നുണ്ട്, എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കിക്കേ. പിന്നെ ഇതും ഒരു ചെടിയായിരുന്നു, ഞാൻ കാണാത്തൊരു ചെടി ആയതുകൊണ്ട് അതിൻ്റെ പിക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.